അസ്സലാമു അലൈക്കും. ദർഗയിൽ നടന്നതിന്റെ സത്യാവസ്ഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിഹാബാണ്. അൽഹംദുലില്ലാ, സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അജ്മീർ ദർഗയിൽ ഞാൻ പോയി. ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടി. ഞാൻ പോയി. 3 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു. ഞാൻ മുൻപരിചയമില്ലാത്ത ആളാണ്, അവിടുത്തെ ഖാദിമാണ്. ഞാൻ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ദർഗൻ്റെയും എൻ്റെയും പാടെ നടുവിൽ ഒരു ശീലെന്തോ പൊട്ടിച്ചിട്ട്, കയറെന്തോ പൊട്ടിച്ചിട്ട് അവിടുത്തെ ഒരു ഖാദിമാണ് എന്ന് പറഞ്ഞു. അവർ വന്നു. എന്നെ ഡിസ്റ്റർബ് ആക്കുന്ന രീതിയിൽ തലയിൽ കൈവച്ചപ്പോൾ ഞാൻ അറിയാതെ, ഞാൻ മുഖത്ത് പോലും നോക്കാതെ കൈ തട്ടി. അപ്പോൾ എനിക്ക് ദുആ ചെയ്യുന്നതിൽ ഇടയ്ക്ക് എന്തോ എനിക്കങ്ങനെ തോന്നി. ഞാൻ ആ കൈ തട്ടി. വീണ്ടും മൂപ്പര് എൻ്റെ തോളിൽ കൈ വെച്ചു. ഞാനത് തട്ടി. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ദുആ ചെയ്യട്ടെ, ഞാൻ കുറച്ച് നേരം ദുആ ചെയ്യട്ടെ, ദുആ കഴിഞ്ഞിട്ട് ഇതാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടില്ല അവരോടൊന്നും. ഞാനൊരു മുൻപരിചയമില്ലാത്ത ഒരാളാണ്, ഒന്നും വിചാരിച്ചിട്ടല്ല. എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹുവിനോട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അത് സംഭവിച്ചു പോയപ്പോൾ ആള് എന്നോട് ഞാൻ വഹാബിയാണ് എന്ന രീതിയിൽ ഒരുപാട് തവണ പറഞ്ഞു. അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ കൈ എന്തായി തട്ടി. മൂപ്പര് കൈ തട്ടിയതല്ല. അപ്പോൾ മൂപ്പര് ആ ദേഷ്യത്തിനാണെന്ന് തോന്നുന്നു എന്നോട് അവിടുന്ന് പെട്ടെന്ന് ദുആ ചെയ്തുകൊണ്ട് പോയിക്കോ എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ടായത്. ഞാൻ മൂപ്പരുമായിട്ടൊരു മുൻപരിചയമില്ല. അള്ളാഹു എത്തിച്ചതാണ് മൂപ്പര് എൻ്റെ മുന്നിൽ. കാരണം അത് ഈ സംഭവം കഴിഞ്ഞ് ഇത് ഇത്രത്തോളം വിവാദമായതിന് ശേഷമാണ് മറ്റു പല കാര്യങ്ങളും ഞാൻ അറിയുന്നത്. ദർഗയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പല സംഭവങ്ങളും ഈ സെയിം ആളിൽ നിന്ന് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടെന്നും മൂപ്പരുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പല ഹിന്ദിക്കാരുടെ വീഡിയോകളും വന്ന സമയത്ത് ആളുകൾ എനിക്ക് പറഞ്ഞു തന്നു ഇതിനെ കുറിച്ചിട്ടൊക്കെ. അങ്ങനെ അപ്പോൾ ഇത് ഒരു പ്രശ്നമായിട്ട് ബാധിച്ച സമയത്ത്, എല്ലാവരും പ്രശ്നമായിട്ട് ഇതിനെ വിമർശിക്കുന്ന സമയത്ത് ദർഗയുടെ ഒറിജിനൽ കമ്മിറ്റി വീഡിയോയിലൂടെ എന്നോട് മാപ്പ് ചോദിക്കുകയൊക്കെ ഉണ്ടായത്. ഞാൻ ആർക്കും ഒരു പൊരുത്തപ്പെടാതെ ഇരുന്നിട്ടില്ല എന്നോട് മാപ്പ് ചോദിക്കാൻ. എന്നെ ഒരാളും ഇറക്കി വിട്ടിട്ടുമില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥന പൂർത്തിയാക്കി നിസ്കാരം കഴിഞ്ഞ് റാഹത്തായിട്ടാണ് അവിടുന്ന് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് തന്നെ, അവരുടെ സഹായത്തിൽ തന്നെ ഞാൻ അവിടുന്ന് റാഹത്തായി എൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അല്ലാതെ ഇന്നൊരാളും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഞാൻ ഒരു മുൻപരിചയം ഇല്ലാത്ത ആളാണ്. ഞാൻ എന്നെ പ്രാർത്ഥിക്കാൻ അയച്ചില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അറിയാതെ, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ കൈ തട്ടി എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നീടാണ് ആ തട്ടിയ ആളുടെ പല കാര്യങ്ങളും, മറ്റുള്ളവർ പറയാൻ പേടിച്ചിരുന്ന പല കാര്യങ്ങളും പുറത്ത് വന്നപ്പോഴാണ് അവരും ഈ ഞാൻ കൈ തട്ടിയ ആളും ഖാദിം എന്ന് പറയുന്ന ആളും പിന്നെ അവിടുത്തെ കമ്മിറ്റിയും ഒക്കെ എന്നോട് മാപ്പ് പറയുന്ന വീഡിയോ ഒക്കെ. പിന്നെ ഈ ആള് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വിവാദമായപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഞാൻ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിച്ച് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഈ ആള് വന്നിരുന്നത്രേ. ആ സമയത്ത് ഞാൻ ഉറക്കത്തിലായിരുന്നു. സ്വാഭാവികമായിട്ട് റെസ്റ്റ് എടുക്കുന്ന. അപ്പൊ ഇയാളും കുറച്ച് ആളുകളും അനുയായികളും പറഞ്ഞു ഷിഹാബിനെ കാണണം, വീഡിയോ ചെയ്യണം, നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഷിഹാബ് ഉറങ്ങാണെന്ന് പറഞ്ഞപ്പോ ഉണർത്താൻ ആളുകൾ കൂടെ ഉണർത്താൻ പറ്റൂല പറഞ്ഞു. ഉണർത്താൻ പറ്റും. അപ്പൊ അവര് നിർബന്ധിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ കയ്യിൽ പുറത്തു വിടാൻ പറ്റാത്തത് കൊണ്ടാണ്, ആവശ്യം വന്നാൽ പുറത്തുവിടണമെങ്കിൽ പുറത്തു വിടാനും തയ്യാറാണ്. അങ്ങനത്തെ CCTV-ൽ അങ്ങനത്തെ വരുന്നതും കാര്യങ്ങളും പ്രശ്നമായതിനു ശേഷം ഇയാളാണെന്ന് പോലും ഞാൻ അറിയില്ല. ഞാൻ ഉറങ്ങുകയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോഴാണ് ഈ സംഭവം ആളുകളെ പോലും ആക്രമിക്കാനായിട്ട് വേണ്ടാത്ത ഷിഹാബ് അജ്മീറിലേക്ക് കാല് പെടുത്തൂല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത്ര ഇയാൾ. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറയാം. എന്റെ തൊട്ട അയാൾ അള്ളാഹുവിന്റെ മൂപ്പർക്ക് തന്നെ കൈവെക്കാൻ അയാൾ എത്രത്തോളം അപമാനിക്കപ്പെട്ടത്. ഞാൻ ഒരിക്കലും ഒരാളെ അപമാനിക്കാനോ ഒന്നിനും ഞാൻ എന്റെ രീതിയിൽ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തില് എന്റെ നീയത്ത് എന്താണോ അതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്.
അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇതുവരെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, റാഹത്താണ്. അൽഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഇല്ല. എൻ്റെ കുടുംബം റാഹത്താണ്, ഞാൻ റാഹത്താണ്, എൻ്റെ കൂടെയുള്ളവർ റാഹത്താണ്. അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും റാഹത്താണ്. അള്ളാഹിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹു അക്ബർ. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതറിയാതെ പലരും പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ പത്രത്തിലാണെങ്കിലും ഒരു മാധ്യമത്തിലാണെങ്കിലും എഴുതരുത്. അതൊക്കെ നിങ്ങൾ എന്ത് തെറ്റിദ്ധാരണ മറ്റുള്ളവരുടെ മനസ്സിൽ നടത്തിയാലും അതിൻ്റെ സത്യാവസ്ഥ ഒരിക്കൽ പുറത്തു വരും. അപ്പം ഇതിൻ്റെ ഈ ഒരു സത്യം ഇതാണ്, അള്ളാഹു താല എത്തിച്ചതാണ് അയാളെ എൻ്റെ മുന്നിൽ. ആ സമയത്ത് കണ്ണടച്ചുകൊണ്ട് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നെക്കൊണ്ട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഞാൻ ദുആ ചെയ്യായിരുന്നു. സമയത്ത് എനിക്ക് ഡിസ്റ്റർബായിട്ട് എന്തോ തോന്നി, ഞാൻ സംഭവിച്ചു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തത് ഒന്നുമല്ല. നിങ്ങൾക്ക് ആ വീഡിയോയിൽ എന്നെ കാണാൻ, ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾ, മലയാളികൾക്കാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തത്. ഹിന്ദിക്കാർക്കൊക്കെ എല്ലാം മനസ്സിലായിക്കണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ കേരളത്തിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. അവരുമായിട്ട് ഞാൻ ഒരു ബന്ധമില്ല, ഒരു പ്രശ്നവുമില്ല, എനിക്കൊരു പൊരുത്തപ്പെടാത്ത ഒരു സംഭവമില്ല, ഒന്നുമില്ല. ഞാൻ സന്തോഷവാനാണ്. അവരുടെ മനസ്സിൽ എന്താന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ ആദ്യമായിട്ടാണ് ഞാൻ അജ്മീറിൽ പോകുന്നത്. അത് എന്റെ മക്കയിലേക്ക്, അള്ളാഹുവിന്റെ ഗേഹത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സന്ദർശിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പൂർണ്ണമായും നടന്നുകൊണ്ട് തന്നെ എത്താൻ പറ്റി, അൽഹംദുലില്ലാ. സത്യാവസ്ഥ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കാതെ ഒന്നും പറയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। मौला सलामत रखें, गरीब नवाज अपने तमाम चाहने वालों को अपनी हिफाजत में रखें। आज फजर के वक्त जब हमने सुना कि वो जो शख्स हज के लिए पैदल जा रहे हैं वो हुजूर गरीब नवाज की बारगाह में हाज़िरी के लिए आए हैं, तो जैसे ही दरबार खुला और वो आए तो हम भी बड़ी मोहब्बत और खुलूस के साथ उनकी तरफ बढ़े कि हम उनके लिए दुआ करें कि मौला उनका सफ़र आसान फरमाए। तो जैसे ही हम उनके करीब गए और उनके सर पे हाथ रखा दुआ करते हुए, तो उन्होंने हमारे हाथ को झिड़क दिया। तो इससे हमें भी बड़ी तकलीफ हुई। हालांकि जो कुछ भी फिर हुआ वो हम भी कभी नहीं चाहते हैं। गरीब नवाज के किसी भी आशिक के साथ हम कभी इस तरीके से पेश नहीं आते हैं, और ना ही जिंदगी में गरीब नवाज का कोई आशिक हमारे साथ इस तरीके से पेश आया। तो जो कुछ भी हुआ उसमें हम भी शौक हो गए। जो अफसोस हमारे दिल में है वो बेशक गरीब नवाज जानते हैं, क्योंकि गरीब नवाज दिलों के हाल बेहतर जानते हैं। जो कुछ भी हुआ उसके लिए बड़ा अफसोस है और हम माजरत खा हैं इसके लिए, क्योंकि गरीब नवाज के वो मेहमान हैं और हम बिल्कुल उनके लिए आज भी दुआ करते हैं कि मौला गरीब नवाज नजर करम फरमाए और उनके सफ़र को आसान फरमाए। क्योंकि मौला कायनात का भी कौल है कि अगर कोई ऐसी बात हो जाए, कोई गलती हो जाए, तो उसको तस्लीम कर लेने से इज्जत बढ़ती है, घटती नहीं है। बेशक मौला लाज रखने वाले हैं और दिलों के हाल बेहतर जानते हैं। हमारे दिल में उसके लिए कोई ऐसी बात नहीं थी, ना है, और हम आज भी और अभी भी उसके लिए दुआई करते हैं कि पंजतन पाक के सदक़े में, गरीब नवाज के सदक़े में अल्लाह पाक उसके सफ़र को आसान फरमाए। अस्सलामु अलैकुम। अस्सलामु अलैकुम दोस्तों, कैसे हो? उम्मीद है कि सब खैरियत से होंगे। अल्लाह आप लोगों को ऐसे ही खुश रखे। आपको भी ये मालूम होगा, बल्कि आपको ये एहसास होगा, आपको पता चल जाएगा कि शिहाब भाई, शिहाब चुट्टूर, जो कि इस वक्त पैदल हज के सफर पर है और वो अजमेर शरीफ की दरगाह पर पहुंचे, वहां पर हाजिरी दी। हुआ कुछ इस तरह कि जब शिहाब भाई वहां पर दुआ कर रहे थे तो दरगाह के एक खादिम जिसका नाम फैसल चिश्ती है, उन्होंने शिहाब भाई के साथ बदतमीजी की और उन्होंने शिहाब भाई को दरगाह से बाहर निकल जाने के लिए कहा। हुआ कुछ इस तरह कि शिहाब भाई दुआ में मसरूफ थे, तो ये जो फैसल चिश्ती नाम का जो खादिम है, ये उनको दुआएं देने लगा, जबकि उन्होंने मांगी भी नहीं। और ये फैसल चिश्ती के बारे में और कुछ खादिमों के बारे में दरगाह पर ये मशहूर है कि बिना मांगे लोगों को दुआएं देते रहते हैं, जबरदस्ती। यानी कोई चाहता नहीं है कि इनकी दुआएं ले,
लेकिन वो दुआएं देते रहते हैं। लोग तो आते हैं वहां पर ख्वाजा साहब के अकीदत में, उनकी मोहब्बत में वहां पर हाजिरी देने के लिए और उनके वसीले से अल्लाह से दुआ मांगने के लिए, लेकिन ये कुछ खादिम जबरदस्ती लोगों को दुआएं फ्री में बांटते रहते हैं। तो ऐसे ही शिहाब भाई दुआ मांग रहे थे तो उस खादिम ने उनके सर पर हाथ रखा और दुआएं देने लगा बिना मांगे, फ्री में। तो शिहाब भाई ने झटक दिया, आप वीडियो में देख सकते हैं। फिर उसने दोबारा हाथ रखा तो दोबारा शिहाब भाई ने हाथ झटक दिया। शायद उन्हें दुआ करने में डिस्टर्बेंस हो रहा था, वो यकसुई चाह रहे थे, लेकिन ये बाबा, ये खादिम उनको जबरदस्ती दुआएं देने में लगा हुआ था। जब शिहाब भाई ने उनका हाथ बार बार हटाया तो उनके दिल को ठेस पहुंच गई, उनकी अना को ठेस पहुंच गई। तो उन्होंने शिहाब भाई से ये कहा कि यहां पर हम दुआ मांगता है, यहां पर हम दुआ मांगता है। यानी इस तरह से कहा जैसे वो ये कहना चाह रहे हो कि यहां सिर्फ हमारी दुआ कबूल होती है और किसी की नहीं। आपको ऐसा लग रहा होगा कि शायद मैं अपनी तरफ से कुछ कह रहा हूं, इसलिए आप ये वीडियो पूरा देख लीजिए, आपको एहसास हो जाएगा कि उस खादिम फैसल चिश्ती ने क्या कहा। ये वीडियो आप पूरा देखिए, फिर उसके बाद हम इस पर बात करते हैं। आपने ये वीडियो देख लिया, अब सुनिए। देखिए, ख्वाजा मुइनुद्दीन चिश्ती रहमतुल्लाह अलैह एक बड़े बुजुर्ग और पाए के वली थे। हजारों करामात और बहुत सारे सबक आमोज किस्से ख्वाजा साहब रहमतुल्लाह अलैह के मशहूर हैं, जिनसे कयामत तक आने वाले लोग सीखते रहेंगे। और हर मजहब, हर धर्म के लोग ख्वाजा साहब रहमतुल्लाह अलैह से बेहद मोहब्बत और अकीदत रखते हैं और रखनी भी चाहिए। लेकिन बड़े अफसोस के साथ ये कहना पड़ रहा है कि अक्सर अजमेर शरीफ की दरगाह पर यह मंजर देखने को मिलता है कि कुछ खादिमीन जायरीन को, यानी दरगाह पर हाजिरी देने वालों को ये एहसास दिलाने में लगे रहते हैं कि वो ख्वाजा साहब से भी बढ़कर है। जैसे इस खादिम सैयद फैसल ने शिहाब भाई से ये कहा कि यहां हम दुआ करते हैं, हम करते हैं। इसका मतलब क्या हुआ? क्या एक अकीदतमंद खुद दुआ नहीं कर सकता? तुम क्यों दुआ मांगोगे और तुम क्यों दुआ दोगे, वो भी बिना मांगे? हर आने वाले को ख्वाजा अजमेरी रहमतुल्लाह अलैह से मोहब्बत है, अकीदत है, आपसे नहीं। खादिम साहब, तुम होते कौन हो? और इसमें इस खादिम के दिल में शायद एक दो बातें होंगी। एक तो वो अपना वर्चस्व बताना चाह रहा था, दूसरा ये कि ये इतना मगरूर और अहंकारी था कि जब शिहाब भाई ने उसका हाथ झटका तो उसकी अना को ठेस पहुंची, तो वो बदतमीजी पर उतर आया और कहने लगा कि निकलो यहां से, जाओ यहां से। किसी अल्लाह वाले के मजार से किसी मोहब्बत करने वाले को निकालने वाले तुम कौन होते हो? और तुम खादिम से मालिक कब से बन गए? तुम तो खादिम हो ना, मालिक कब हो गए? हम इस खादिम की, यानी सैयद फैसल की इस रवैये की सख्त अल्फाज में मजम्मत करते हैं, कंडेम करते हैं। और सिर्फ मैं नहीं, बल्कि दरगाह कमेटी के जो सदर है सैयद सरवर चिश्ती साहब, बड़े सुलझे हुए इंसान हैं, उन्होंने भी इस खादिम के इस रवैये की सख्त अल्फाज में मजम्मत की है और माफी मांगी है। आप खुद इनका वीडियो देख लीजिए। अस्सलाम वालेकुम, मैं सैयद सरवर चिश्ती, सेक्रेटरी अंजुमन सैयद ज़ादगान खुद्दाम ख्वाजा दरगाह शरीफ अजमेर। भाइयों, जो शिहाब के साथ वाकया पेश आ रहा है, जो पैदल हज के लिए जा रहे हैं, बारगाह हुजूर गरीबान में जब दुआ कर रहे थे और जिस खादिम ने उनके साथ जो भी बदसलूकी किए, तमाम खुद्दाम ख्वाजा हुजूर गरीब नवाज उसके लिए माजरत खां हैं और उन सब में इस बात का रोष है और ये हाईली कंडेमनेबल एक्ट है। और तमाम हमारी बिरादरी खुद्दाम ख्वाजा गद्दी नशीन हुजूर गरीब नवाज की इसके लिए माफी की तलबगार भी है, क्योंकि वो एक नेक काम के लिए हज के लिए जा रहे हैं। अगर हमारी जमात अंजुमन सैयद ज़ादगान को पता होता तो हम उनका एक तहे दिल से खैर मकदम करते। हम बहुत ही ज्यादा माजरत खां हैं और जिस शख्स ने, जिस खादिम ने उनके साथ ये नाजिबा हरकत की है, हम उसके खिलाफ भी इंशाल्लाह एक्शन लेंगे, आप मुतमईन रहिए। और शिहाब साहब से भी हम माजरत खां हैं। बारगाह इलाही में जब आप जाए, हमारे लिए हाथ उठाकर दुआ कीजिएगा,
कौम व मिल्लत के लिए, इस देश में सांप्रदायिक सौहार्द के लिए और रिसालत माप सल्लल्लाहु अलैहि वसल्लम में जाके भी उम्मत मुस्लिमा के लिए, आलम इंसानियत के लिए दुआ कीजिएगा। दुआ गो सैयद सरवर चिश्ती, अजमेर शरीफ, फी अमानिल्लाह, अल्लाह हाफिज। दुनिया करता, अरे भाई तो मत रखिए। आप दुआएं दे रहे हैं या कोई LIC पॉलिसी या कोई जुर्माने की रसीद जो सामने वाले को लेनी ही पड़ेगी। अरे भाई वहां पर दीगर मजहब के, दूसरे धर्मों के भी लोग आते हैं। आपके इस रवैये से वो क्या तासुर लेकर जाएंगे, क्या इंप्रेशन लेकर जाएंगे। इसलिए ऐसा कोई काम ना करे कि उस पाक मजार पर और उसकी हुर्मत पर कोई हर्फ आए, और ऐसा कोई काम ना करे जिससे बाद में आपको भी शर्मिंदगी उठानी पड़े और आपकी दरगाह कमेटी को भी और वहां के सदर को भी शर्मिंदगी उठानी पड़े, आपको भी माजरत करनी पड़े, आपको भी माफी मांगनी पड़े और आपकी कमेटी को भी सामने आकर माफी मांगनी पड़े। ठीक है, मुझे उम्मीद है कि आज की वीडियो से आपको बहुत कुछ सीखने को मिला होगा। तब तक मेरे लिए, पूरी उम्मत के लिए, पूरी इंसानियत, पूरी मानवता के लिए और हमारे प्यारे मुल्क भारत के लिए और यहाँ की अमन शांति, तरक्की, उन्नति के लिए खूब दुआएं करते रहें। अस्सलाम वालेकुम।